ഞാനിപ്പോൾ നിൽക്കുന്ന ആക്ച്വലി നമ്മുടെ ഒരു പുഴയുടെ തീർത്ഥാണ്. മുട്ടം പുഴ, ഒരു രക്ഷയും കിട്ടില്ല. എറണാകുളത്തിൻ്റെ തീ പോലത്തെ ചൂടിൽ നിന്ന് മുങ്ങിക്കുളിക്കാനായിട്ട് ഞാൻ കൂട്ടുകാരന്മാരുടെ തേടി കണ്ടുപിടിച്ച് എത്തിയൊരു സ്ഥലമാണ്. പക്ഷേ അതെല്ലാവർക്കും അറിയാവുന്നതാണ്, ഗൂഗിളിലൊക്കെ ഉള്ള സ്ഥലമാണ്. എന്താണ് കൊച്ചരിക്കൽ കേവ് എന്ന് പറഞ്ഞൊരു സ്പോട്ട് അവിടെ. അപ്പോൾ അത് കിട്ടുന്ന സ്പോട്ടാണ്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രക്കിടയിൽ ഞാൻ കണ്ടുമുട്ടിയ ഒരു പുഴയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ മുട്ടം പുഴയാണ്. വെയിലാണെങ്കിൽ ഒരു രക്ഷയും കിട്ടില്ല, സെയിം വെയിലാണ്. ഇവിടെയും ചൂടിനും ഒരു കുറവില്ല. നമ്മുടെ എറണാകുളത്ത് നിന്ന് 35 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പുഴ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പേരൊന്നും അറിയാൻ പറ്റില്ല. ഇവിടെ കുളിക്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. പക്ഷേ ഈ വെള്ളത്തിനൊക്കെ അത്യാവശ്യം തണുപ്പുണ്ടെന്ന് തോന്നുന്നു. പൂഴിമലയും താഴത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ. നമ്മുടെ എറണാകുളത്തോട്ട് ഏറെയുണ്ട്. തൃപ്പൂണിത്തുറയിൽ നിന്നൊരു 35 കിലോമീറ്റർ ഉള്ളു. 35 ഇല്ലത് വെച്ച് നമുക്ക് പെട്ടെന്ന് എത്താം. ഒരു അരമണിക്കൂർ കൊണ്ട് ഓടിച്ചെത്താം. ഇവിടെയാണ് ഈ കൊച്ചരിക്കൽ കേവ് എന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ടുള്ളത്. കിട്ടുന്ന സ്പോട്ടാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ചൂട് കൊണ്ട് നമുക്ക് ഒട്ടും നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് എറണാകുളത്ത്. അപ്പോൾ അങ്ങനെ സൺഡേ ഞാൻ വിചാരിച്ചു ജസ്റ്റ് കുറച്ച് നേരം കൊണ്ട് വെള്ളത്തിൽ മുക്കിടന്ന് വെച്ച് ശരീരം, അല്ലാണ്ട് വേറെ വഴിയില്ല. ബിക്കോസ് അതിന് മാത്രം 45 ഡിഗ്രിയോളം ഉണ്ടെന്ന് തോന്നുന്നത്. ഇപ്പോഴും ഗൂഗിൾ വെച്ച് പറയണ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 35 ഡിഗ്രി സെൽഷ്യസിൽ ഫീൽ ലൈക്ക് 45 ഡിഗ്രി എന്നൊക്കെയാണ് പറയണത് എറണാകുളത്ത്. അതാണ് ഇപ്പോൾ നമ്മുടെ അവസ്ഥയെന്ന് പറയുന്നത്. അപ്പോഴത്തേന് ചേട്ടൻ ചൂണ്ടിടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങണില്ല. അരീക്കൽ വെള്ളം അപ്പുറത്ത് ഒരു കേവ് ഉണ്ട്, എന്നാൽ കൊച്ചരീക്കൽ കേവ് എന്ന് പറഞ്ഞിട്ട് ആ സ്പോട്ടിൽ പോയിട്ടൊന്ന് മുങ്ങിക്കുളിച്ചാൽ കൊള്ളാറുണ്ട്. മുങ്ങിക്കുളിച്ചാൽ അവിടെ തന്നെ അവിടെ പോയി കിടക്കും. ഞാൻ അവിടെ കാണ പോലത്തെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അത് മലയിൽ നിന്ന് ഒലിച്ചവൻ്റെ വെള്ളം, എന്താ പറയുക, മലയിൽ നിന്ന് ഒലിച്ചവൻ്റെ വെള്ളം അവിടെ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് അവിടെ കിടക്കാം. തണുത്തെളിച്ച് ശരീരത്തിൽ നമുക്ക് തണുപ്പിച്ചിട്ട് അവിടെ കിടക്കാം. അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഇതൊക്കെ കുളിക്കടമാണെന്ന് തോന്നാം. എല്ലാവരും ഒന്നും കുളിക്കാറൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇറങ്ങി കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഴ്ചക്കാലത്തേക്ക് കുളിക്കേണ്ടി വരികയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് പടിയാകുകയാണ്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും കൊച്ചരിക്കൽ കേവ് വെച്ച് കാണാൻ പിന്നെയും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പെട്ട അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇതാണ് സ്പോട്ട്. ഈ വീട്ടിലാണ് നമ്മൾ പാർക്ക് ചെയ്യണത്. ഈ കാണുന്ന വീട്ടിൽ 10 രൂപ കൊടുത്ത് നമുക്ക് പാർക്ക് ചെയ്യാം. ആക്ച്വലി ഞാൻ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ ചേച്ചി പറഞ്ഞിട്ട് പൊന്നു മോനെ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്, നല്ല വെള്ളമൊക്കെ ഇല്ല, വേണമെങ്കിൽ ഇഷ്ടത്തിൽ നോക്ക് എന്നുള്ള മൂടാണ്. കുളിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് എങ്ങനെ നടന്നു പോകണമെന്ന് അറിയാൻ പാടില്ല കേട്ടോ. ഇതാണ് അമ്മച്ചി. ഇങ്ങനെയാണോ പോകണ്ടേ? ഇങ്ങനെയാണോ പോകണ്ടേ? നേരത്തായിട്ട് ഇറങ്ങിയാൽ മതിയല്ലേ? ഓക്കെ, ഇപ്പോൾ തന്നെ ഇരിക്കാനാണോ? ഇവിടെ നീര് പുറകിട്ടാണ് അമ്മച്ചി. അമ്മച്ചി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വെള്ളം കുളിക്കാൻ പറ്റില്ല. കുളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അമ്മച്ചി പറഞ്ഞത് കെട്ടിക്കിടക്കണ വെള്ളമാണ്, ഗുഹാ കേവെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ടേപ്പ് കിട്ടിയ സീനായിപ്പോൾ ഇത്രയും ദൂരം ഓടിച്ചു വന്ന് കുളിക്കാമെന്നുള്ള മൈൻഡിലാണ്. വ്ളോഗല്ലായിരുന്നു എൻ്റെ ലക്ഷ്യം ആക്ച്വലി. ഇതിലിറക്കമാണ് പൊക്കത്താ വീടിരിക്കണം. അമ്മച്ചിയാണ് നമ്മളെ പാർക്ക് ചെയ്യിപ്പിക്കണം. അത് വീട്ടിൽ ഇവിടെയും ഒരു പൂച്ചക്കാളി പോലും ഇല്ല. എന്താണ് ഇതിൻ്റെ അകത്ത് കാണാൻ? ഒരു മുട്ട മരമുണ്ട് ഇവിടെ. ഇത് ഇവരുടെ ഓൺ പ്രോപ്പർട്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. മൂഞ്ചി അവസ്ഥയാണ്, ഒന്നും പറയാനില്ല. മൂഞ്ചി അവസ്ഥയാണ്. ഒരു സംഭവം കാണാനായിട്ട് കൊള്ളാം. ചേട്ടാ ഇവിടെ കുളിക്കാൻ സ്പോട്ട് വല്ലതും ഉണ്ട് ചേട്ടാ? കുളിക്കാണ്ട് സ്പോട്ടുണ്ട്. ഇതാണല്ലേ ഫോട്ടോയിൽ കാണാൻ മാത്രമേ രസമുള്ളൂ. എഡിറ്റാവുന്നത് എന്ത് ചെയ്യും? ഇത് വൻ ചതിയായി പോയി കേട്ടോ. നോക്കി അറിയാൻ പറ്റും. ഇവിടെ നിന്ന് കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ക്യാമറ വെക്കുമ്പോഴേക്കും നമുക്ക് കാണാനൊക്കെ ഒരു മാറ്റവും ഇല്ലല്ലേ? എൻ്റെ പൊന്നു കേട്ടോ, ഞാൻ ചമ്പക്കരയെന്ന് തന്നെയാണ്. ഞാൻ ഈ വ്ളോഗ് ലാസ്റ്റ് കുളിക്കാൻ വേണ്ടി വന്ന ഇങ്ങോട്ട് ചൂടടിച്ചിട്ട് അവിടെ കൊടുക്കുന്ന ചൂടാണ്. ചോട്ടനിക്കുന്നല്ലേ? അവിടെ മുട്ടൻ ചൂടാണല്ലോ. അപ്പോൾ ഇവിടെ കുളിക്കാൻ പറ്റും. ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഒഴുകിപ്പോകുന്നുള്ളൊരു മൂടായിരുന്നു. ഞാൻ അരിക്ക് വെച്ച് നോക്കണം. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇവിടെയുണ്ട്, മൂവാറ്റൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവൻ പറഞ്ഞ് അവിടെ അരിക്ക് കാണാൻ ചാൻസ് ഇല്ല, ഇവിടെ വന്ന് നോക്കാൻ പറഞ്ഞു, ഇവിടെ കുളിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ആരെന്തെങ്കിലും ഇങ്ങോട്ട് വന്നു. ഇതിപ്പോൾ എന്തായാലും കട്ട നമുക്കത് ഇവിടുന്ന് കുറയില്ലേ?
അല്ലെങ്കിൽ ഒറ്റ വഴിയല്ല, ആ വലിയൊരു പുഴ ഉണ്ടല്ലോ, ഈ തൊട്ടപ്പുറത്തൊരു വലിയ പുഴ പോകുന്നുണ്ടല്ലോ. ആ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് ഒരു 5 കിലോമീറ്റർ ബാക്ക് ഒരു വലിയ പുഴ പോകുന്നുണ്ട്. ആ കുളിക്കണ്ട, അവിടെ കുളിക്കേണ്ട ആൾക്കാർ. പക്ഷെ കാണാനെങ്കിൽ വലിയ ഭംഗിയൊന്നുമില്ല. കേവ് അതാണോ അല്ലേ? ഓക്കേ, അതാണ് കേവ്. ശോകം മൂക്കണം കേട്ടോ. ഉള്ള പ്ലാസ്റ്റിക് കുപ്പിയും വേസ്റ്റും കാര്യങ്ങളൊക്കെ കെട്ടിക്കിടക്കണ വെള്ളമല്ലേ കേട്ടോ സംഭവം. ഇത് പോകണില്ല സാധനം, കെട്ടിക്കിടക്കണ വെള്ളം തോന്നുന്നു. ആ നിറഞ്ഞാലേ പോവുള്ളൂ. കുളിക്കാൻ പറ്റില്ല എന്തായാലും. ചതിയായിപ്പോയി. ചൊറിച്ചുറപ്പ് മരം ഒരു രക്ഷയില്ല വേണം. എൻ്റെ പൊന്നെ, കേവിലായിട്ടുള്ള വേഗം കേവ് ഒന്ന് ഇങ്ങനെ കണ്ടുപോകണം. കൂലി ഷോ പോയിപ്പോയല്ലോ. ഓ ഇതാണെന്ന് തോന്നില്ല കേവ്. എന്തോ സീനാണ്. എനിക്ക് മുന്നോട്ട് വ്യവസായം കൊണ്ടുവരാൻ. വലിയ കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റുള്ളൂ എന്തായാലും. സത്യം പറഞ്ഞാൽ മഴക്കാലത്ത് വന്നിട്ട് മാത്രമേ കാര്യമുള്ളൂ. യൂട്യൂബിൽ മുട്ടം ബിൽഡപ്പാണ്. ബിൽഡപ്പ് മാത്രമല്ല യൂട്യൂബിൽ. അതും കണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ പിന്നെ വെറുതെ ഞാനിവിടെ കുളിക്കാന്നുള്ള മൂഡിൽ ടർക്കൊക്കെയാണ് വന്നേക്കണേ. ആ മഴക്കാലത്ത് അടിപൊളിയാണ്. പക്ഷെ ഇത് വിൻ്ററും സമ്മറിൽ സീനാണ്. കേവാണ് എഴുതിയിട്ടുണ്ടല്ലോ. ഓ ഗ്രാമപഞ്ചായത്ത് വകയെന്നുള്ള സീനാണ്. എന്തൊരു ഗുഹയാണ്. ഇതാണ് ഗുഹ കുമ്പാരി, ഇതാണ് ഗുഹ. ഇത് ബിൽഡപ്പാണ്, ഒരു രക്ഷയില്ല. യൂട്യൂബിലൊക്കെ സമ്മതിക്കണേ മരൊക്കെ പറ്റിക്കലാണ് കേട്ടോ. എൻ്റെ പൊന്നു കുമ്പാരി ഇങ്ങോട്ട് വന്ന് വെറുതെ സീനാകല്ലേ, ഓടിച്ച് വെറുതെ ഉണ്ട്. വേസ്റ്റൊക്കെ ഇവിടെ ആവശ്യമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഓ ഇത് കുടിവെള്ളം എന്ന് പറഞ്ഞാടാ. കുടിവെള്ളം മലിനമാക്കരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടാ കുടിവെള്ളം എന്ന് പറഞ്ഞ സംഭവം കേട്ടാ. ഇതിൽ വന്ന് വീഴുന്നുണ്ട് ആശുപത്രി. കണ്ടോ അത് ഇവിടെ ക്ലിയർ ഉള്ളതാണോ, കണ്ണീര് വെറുതെ വെള്ളമുണ്ടോ. കുട്ടിവെള്ളം ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഇതാണ് ഗുഹയിൽ നിന്നുള്ളൊരു ഓവർ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൂഴിയാണ് സംഭവം. എറണാകുളത്തൊരു ചൂടിൽ നിന്ന് തീരാട്ട് എന്നുള്ള അവസ്ഥയായി. അപ്പം മഴക്കാലത്ത് വന്നിട്ട് കാര്യമുള്ള കുമ്പാരി ശോകമുഖം. ആ വെള്ളത്തിൽ തണുപ്പുണ്ടെന്നോ. മഴക്കാലത്ത് വേറെ കൂടായിരിക്കും.
ആ ഈർപ്പം നിൽക്കുന്നുണ്ട് അവിടെ. അകത്തായിട്ട് കയറാനുള്ള കുഴപ്പമൊന്നുമില്ല ഞാൻ. അല്ലെങ്കിൽ ഈ റിസ്ക് എടുത്ത് നമ്മുടെ ഓൺ റിസ്കിൽ ഈ വേരി കൂടി പിടിച്ച് കയറണം. മഴക്കാലം അല്ലാത്ത ഈ പറഞ്ഞ വേനൽക്കാലത്തും മഞ്ഞുകാലത്തും ഇങ്ങോട്ട് കൊണ്ടിട്ട് ആരുമില്ല. ജൂൺ മാസത്തിൽ മാത്രം പറ്റും ഇങ്ങോട്ട് വരുമെന്നുണ്ടെങ്കിൽ, ബാക്കിയുള്ള സമയത്ത് ഇങ്ങോട്ട് വരാണ്ടിരിക്കുക. ഇത് കണ്ടോ, ഇതിറങ്ങി തന്നെയാണ് ആ വീട്ടിലാണ് കാണുന്ന ആ പെയിൻ്റ് അടിച്ച വീട്ടിലാണ് നമ്മൾ വണ്ടി വെച്ചേക്കണം. 10 രൂപ പാർക്കിംഗ് ഫീ കൊടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയേക്കണതാണ്. കഴിഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെന്തായാലും അരി മൂഞ്ചി മണ്ണി ഹോസ്റ്റിൻ്റെ ഇവിടെ തിറയ്ക്കണതാണ്. അപ്പുറത്തെ പൊളി സൈഡിൽ എവിടെയെങ്കിലും പോയിട്ട് ഞാൻ കുളിച്ചിട്ട് വീട്ടിലോട്ട് പോകുള്ളൂ. അഭിന് വിദഗ്ധമായിട്ട് അവൻ എടുക്കുകയില്ല, അവരൊരുത്തരാണ് എനിക്കായിട്ട് കൊണ്ടുപോയിപ്പിച്ചത്. വലിയ കാര്യത്തിൽ കുളിക്കാനായിട്ട് വന്ന ഞാൻ വേർത്ത് കുളിച്ച് ഇവിടെ നിന്ന് പോകേണ്ട അവസ്ഥ വന്നല്ല. ദൈവമേ എന്ന് ഓർക്കുമ്പോഴൊരു സങ്കടം. നല്ല സീനില്ല, നല്ല സീനില്ല. അടുത്ത സ്ഥലം നോക്കി എന്തായാലും നമ്മൾ യാത്ര തുടരുകയാണ്. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ എന്തായാലും അടുത്ത കുളിക്കാൻ പറ്റിയ സ്പോട്ടിലോട്ട് പോകണേ. ഓക്കെ, ബൈ ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പോളേറ്ററിൻ്റെ സഹായത്തോടു കൂടി നേരെ കനാല് കണ്ടുപിടിച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ ചിരപ്പക്കൂർ ഇട്ട് നിൽക്കുന്നത്, ചിരപ്പക്ക് നേരെ എപ്പോഴും റോഡ് പൊള്ളി നിൽക്കുന്നത്, തീ പോലത്തെ അവസ്ഥയാണ്. ഇതാണ് നമ്മുടെ കനാൽ എന്ന് പറയുന്ന സെറ്റപ്പ് കേട്ടോ. ഇവിടെ ഒരു ആവശ്യം പിള്ളേർ കുളിക്കാണ്ട്. ഇവിടെ ആറൂർ എന്നാണ് ഈ സ്ഥലപ്പേര്. നമ്മൾ വന്ന ആ സ്പോട്ടിൽ നിന്ന് കുറച്ചും കൂടെ വരണം, കനാൽ കാണാൻ പറ്റുന്നുണ്ടാവും. അവിടെ നിന്നൊക്കെ വന്നിട്ട് കേട്ടോ പറയണോ. ഞാനെന്തായാലും ഇപ്പം തന്നെ ചാടും. അപ്പോൾ എന്തായാലും അതിന് മുമ്പായിട്ട് ഇല്ല വല്ലു പറയണം. നീ ഇതൊരു മുട്ടക്കനാലാണ്. ഇത് കംപ്ലീറ്റ് വാർത്തെടുത്തേക്കണം. ആക്ച്വലി ഈ കനാൽ മൊത്തം ആക്ച്വലി ഫുള്ള് വാർത്തെടുത്തേക്കണം. ഇങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്. നമ്മൾ ടി വിയിൽ കണ്ടിട്ടാണ്, നല്ലത് നേരിട്ട് ഇങ്ങനത്തെ ഒരു അനുഭവമില്ല. എന്തായാലും കുളിച്ച് നോക്കാം. എന്തായാലും വെള്ളമൊക്കെ വെറുതെ പച്ച വെള്ളമാണ് വെള്ളം. ഇവന്മാർ നീന്തി വെറുതെ ഉല്ലസിച്ച് നടക്കണേ, കണ്ടിട്ടുണ്ട് കൊതിയാണ്. എന്തോ അന്യഗ്രഹ ജീവിനെ കാണുമ്പോൾ ബ്ലോഗർ സീനാണ്. തണുപ്പുണ്ടാ വെള്ളം കിട്ടി വന്നടാ. ഒരു ചാനല്, ചെറിയ ചാനലാണ് ഡസൻസ് ഓഫ് സ്റ്റോറീസ് എന്ന് പറയുന്നത്. ഡസൻസ് ഓഫ് സ്റ്റോറീസ്. വിഷ്ണു വിഷ്ണു നല്ല തണുപ്പുണ്ട് കേട്ടോ അത്യാവശ്യം. ഓ നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളം. എടുക്കോളാം, ഞാനൊന്ന് നിൽക്കട്ടെ. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാൻ പറ്റുന്നത് ആ സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ലേ. അപ്പം ഞാൻ അവിടുത്തെ പയ്യൻ്റെ കൈ കൊടുത്തിട്ട് ചേട്ടൻ പട്ടിനെ കുളിപ്പിക്കണം കേട്ടോ. എല്ലാവരും ഉണ്ട് ഇവിടെ. ഹായ്, എന്താ പേരെന്താ? പേരെല്ലാം ഉണ്ടോ ഇനി? കുക്കുറുണ്ട്. വെള്ളത്തിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നല്ല കുഴപ്പമുണ്ട് കേട്ടോ. ഓ മാൻ, അത് ലെക്കായിപ്പോയി. ഇത് ഫുള്ള് വാർത്തിട്ട് അടിയിലൊക്കെ വാർത്തിട്ടേക്കണല്ലേ ചേട്ടാ? അടിയൊക്കെ വാർത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടേക്കണേ അല്ലേ? ഇത് എന്തിനാ, വല്ല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ ഇത് സെറ്റ്? നമ്മുടെ കൃഷി ആവശ്യത്തിന് നേരെ വിട്ടേക്കാം. ഓ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പാടം ചെറിയ കനാൽ ചെറുതായിട്ടും വലുതായിട്ടൊക്കെ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് എല്ലായിടത്തായിട്ടും വിട്ടു കൊടുത്തേ അല്ലേ? കൃഷി ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് അപ്പോൾ ഈ വെള്ളം? അല്ല, കൃഷി ആവശ്യത്തിന് എടുക്കാം, വീട്ടാവശ്യങ്ങൾക്ക് എല്ലാത്തിനും പോകുന്നുണ്ട്. കുടിവെള്ളമല്ലേ ആക്ച്വലി ഇത്? കുടിക്കാൻ എടുക്കില്ല, പക്ഷെ നല്ല വെള്ളമാണ്. ഇടുക്കിയിൽ ഇടുക്കി ഡാം വന്നിട്ട് വെള്ളം വരുന്ന മലങ്കര ഡാമിൽ നിന്ന് വെച്ചിട്ട് വരുന്ന വെള്ളം ഇത്. ഓ, മലങ്കര ഡാമിൽ നിന്ന് തന്നെ വെള്ളമാണ് ഇത്. മൂവാറ്റുപുഴ റാലി കൂത്താണ്, 2 ഇറിഗേഷൻ. ഓക്കെ, അങ്ങോട്ട് മരതും ഇടതും. ഓക്കെ, ഇതവിടെ ബൈക്ക് അങ്ങ് അറ്റം വരെ പോകും. ബൈക്കും വരെ പോകണ്ടല്ലേ? ഓക്കെ, അതാണ് കഥകൾ. ഇത് താങ്ക്സ് ബ്രദർ. എന്താ തൻ്റെ പേര്? എത്ര നേരം എനിക്ക് ക്യാമറ ഷൂട്ട് ചെയ്യുന്ന ആളിതാണ്. തൻ്റെ പേര് ആഷിഖ്. ആഷിഖ് എന്ത് ചെയ്യാണ്? ഞാനിപ്പോൾ ഒരു സ്കൂട്ടറിന് ഷോറൂമിലാണ്. ഓ, ഞാൻ സെയിൽസ് തന്നെ. ഞാൻ ബജാജിൽ വർക്ക് ചെയ്യാം. ആ ഇവിടെ എനിക്ക് 1500 വരെയുള്ള വസ്തു, അധികം വരുന്നില്ല. ഓ, ക്യാമറക്ക് വില ഉണ്ടോ? ഓക്കെ ഗൈസ്, കുളിച്ചിട്ട് വരാം ഞാൻ എന്തായാലും.
നല്ല കിട്ടിലും ചൂടത്തിൽ വെള്ളം കുളിക്കാൻ നല്ല രസമായിരിക്കും. എന്താ പറയുക, ശരീരം ഒന്ന് തണുപ്പിക്കാനായിട്ടാണ് എറണാകുളത്ത് നിന്ന് വന്നത്. അപ്പം കണ്ട അവസ്ഥ എനിക്ക് കാണേക്കട. സത്യം പറഞ്ഞാൽ എറണാകുളത്തിൻ്റെ ചൂടിൽ നിന്ന് ഒന്ന് രക്ഷ തേടി ശരീരം ഒന്ന് തണുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും ഒന്ന് കുറച്ച് നേരം കൊണ്ട് ശരീരം മുക്കിയിട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നടക്കണം. മീൻസ് കുറച്ച് തണുത്ത വെള്ളത്തിൽ പുഴയിൽ കുളിക്കണമെന്നുള്ള സീനുണ്ടായിരുന്നു. പക്ഷേ എവിടെ കുളിക്കും എന്നുള്ളതില്ല. അങ്ങനെ നമ്മുടെ ഈ അരീക്കൽ കേവ്, കൊച്ചരീക്കൽ കേവ് എന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ട് എല്ലാവരും പറഞ്ഞായിരുന്നു. വ്ളോഗർമാരൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് യൂട്യൂബിൽ. അതായത് കണ്ട് ആകർഷണമായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും അവിടെ മരം വരെ കരിഞ്ഞിരിക്കണായിരുന്നു. ഉള്ളിൽ വെള്ളമില്ല, ഒന്നുമില്ല. ആ കേവിലാണെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് അതിൻ്റെ അത് കിടക്കാണ്ട്, പക്ഷേ അത് അഴുക്ക് പിടിച്ച് വെള്ളമാണ്, ഒഴുക്കൊന്നുമില്ല, ശോകം പോകും. അങ്ങനെ അവിടെ ഉണ്ടായിരുന്നത് പോളിയേട്ടൻ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ കാണിച്ചു തന്നൊരു വഴിയാണ്, സ്ഥലമാണിത്. അപ്പോൾ പുള്ളി പറഞ്ഞു വിട്ട് ഇന്നടുത്ത് വെള്ളം ഉണ്ടാവും, അവിടെ നിന്ന് ചെന്ന് നോക്ക്, കുളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് തപ്പി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും മറ്റേ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒരുപോലെ എന്ന് പറയുമ്പോൾ ഇവിടെ കിട്ടുന്ന സ്പോട്ടുകൾ വന്ന് കയറിയത്. ഇവിടെ അത്യാവശ്യം നമുക്ക് വർഷത്തിൽ മിക്കപ്പോഴും ഇവിടെ വെള്ളം ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ ചൂട് സമയത്തൊക്കെ വെള്ളം എന്തായാലും ഉണ്ടാവും ഇവിടെ വേനൽക്കാലത്ത്. വേണ്ട തീ കിടക്കണ ഇത് ഇവിടെ നിന്ന് കിട്ടിയ കമ്പനി അല്ല. എന്താ നിൻ്റെ പേരെന്താ? ജസ്റ്റിൻ. അത് അക്ഷയ്. ജസ്റ്റിനും അക്ഷയ്. അപ്പോൾ ജസ്റ്റിനും അക്ഷയും വേറെ കുറച്ച് ടീമൊക്കെ കൂടി ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടിയാണ് നമ്മൾ ഈ ഇവരുണ്ടായിരുന്ന പറഞ്ഞാൽ എനിക്കിവിടെ ഇറങ്ങാൻ പറ്റില്ല. എന്നാലും നമ്മൾ പേടിച്ചു പോയത്. ബിക്കോസ് നല്ല അടിപൊളിയുണ്ട്. പിന്നെ ഇത് ഫുള്ളി ഒരു കനാലാണിത്, മൊത്തം കനാലായിട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്തേക്കണേണ് ഇത് മൊത്തം. കോൺക്രീറ്റ് ചെയ്തിട്ട് ഡാമിൽ നിന്നുള്ള വെള്ളം ഈ ഇവരുടെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയായിട്ട് ഓരോ ഏരിയകളായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്ത് പോകണേ. ഇത് മെയിൻ കനാലാണ്. ഇവിടെ നിന്ന് പല ഏരിയകളായിട്ട് സ്പ്ലിറ്റപ്പ് അല്ലേ, പല ഏരിയകളായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണേ ഈ വെള്ളം. ഓക്കെ, അവിടെ ഷട്ടറുണ്ട്. ആ ഷട്ടർ ഇടുന്ന സമയങ്ങളിൽ ഇവിടെ നമുക്ക് അധികം ഒഴുക്ക് കുറവായിരിക്കും. അപ്പോഴേക്കും നമുക്ക് നീന്തിയൊക്കെ കടക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എറണാകുളം സൈഡിൽ നിന്ന് നമുക്കൊന്ന് മുങ്ങിക്കുളിച്ച് തണുപ്പ് വെള്ളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളത്തിൽ നമുക്ക് ആ ഒരു തണുപ്പ് ആസ്വദിച്ച് കുളിക്കാൻ, നീന്താനൊക്കെ താല്പര്യമുള്ളവർ ഇങ്ങോട്ട് വന്നാൽ മതി. ഈ സ്ഥലപ്പേര് എന്താ? മണ്ണത്തൂര് അല്ലേ? മണ്ണത്തൂർ കനാൽ ചോദിച്ചാൽ മതി അല്ലേ? ഓക്കെ, മൂവാറ്റുപുഴ അടുത്താണ് മണ്ണത്തൂർ കനാൽ ചോദിച്ചാൽ മതി. മണ്ണത്തൂർ കനാൽ യൂസ് ചെയ്യുമ്പോഴേക്കും ആ ഇത് ഒറ്റ കനാലല്ല, വേറെ കനാലൊന്നും ഇല്ലല്ലോ. മെയിൻ കനാലാണ് മണ്ണത്തൂരത്തെ മെയിൻ കനാലാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഈ വേനൽക്കാലത്ത് ഇവിടെ എന്തായാലും വെള്ളം ഉണ്ടാവും. അല്ല കുളിക്കാനായിട്ട് പറ്റിയ മൂടാണ്. കുറേ നേരം മുങ്ങി കിടക്കാം, ഒഴുകിപ്പോവാം. വെള്ളത്തിൽ ചുമ്മാ നമ്മൾ കിടന്നു കൊടുത്താൽ മതി, ഒഴുകി പൊക്കോളും നമ്മൾ അങ്ങോട്ട്. അവൻ അവിടെ നിൽക്കണ കാണുമ്പോൾ അറിയാൻ പറ്റും ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ഇതൊന്നും പറയാനല്ല, ചീത്ത വൈബാണ്. നമ്മളപ്പോൾ എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് അത് നമുക്ക് എന്താ പറയുക, കുറച്ച് അന്വേഷിച്ച് കറങ്ങിയടിച്ച് നടക്കേണ്ടി വന്നെന്ന് പറഞ്ഞാലും അവസാനം നമുക്ക് ആ സ്ഥലം കണ്ടെത്താൻ പറ്റി, നല്ലപോലെ ഒന്ന് കുളിക്കാൻ പറ്റി. ഏകദേശം ഒരു മണിക്കൂറോളം നമ്മളിവിടെ ഒരുമിച്ച് കിടന്നു തോന്നില്ല അല്ലേ? ഒരു മണിക്കൂർ നമ്മൾ കിടന്നില്ല ഇവിടെ അല്ലേ? ഒരു മണിക്കൂറോളം ചെറിയ വെള്ളത്തിൽ തന്നെ കിടന്ന് നല്ല വെള്ളമാണ് കേട്ടോ. നമ്മുടെ കോർപ്പറേഷൻ വാട്ടറിനേക്കാളൊക്കെ നല്ല മിനറൽ വാട്ടർ പോലെ ഇരിക്കണം വെള്ളം. സത്യം പറഞ്ഞാൽ ഇത് പറഞ്ഞ് ഉമ്മരടിച്ച് തകർത്തണ്ടിരിക്കണം. ഇവരെ 7 മണിക്ക് എത്ര മണിക്ക് അടഞ്ഞു നിങ്ങൾ ഇതിൻ്റെ അകത്ത് കയറാൻ പോണേ? ഇപ്പൊ 3 മണിക്കല്ലേ നിങ്ങൾ ഇതിൻ്റെ അകത്ത് തുടങ്ങിയ പണി, കുളി തുടങ്ങിയത്? ഇനി 7 മണിക്ക് കയറുള്ളത്. അവര് 3 മണിക്ക് തുടങ്ങിയ കുളിയാണ് ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്ത് ഇനി അവർ 7 മണിയായിട്ട് കയറിയാണ്. അപ്പോൾ അതിന് മാത്രം ഉണ്ട് കേട്ടോ, വെള്ളം അതിന് മാത്രം ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയിൽ നിന്ന് ഡാമിൽ നിന്ന് തന്നെ വെള്ളമാണ്. അതുകൊണ്ട് തന്നെ നല്ല പച്ച കലർന്നിട്ട് നല്ല മിനറൽ വാട്ടർ മാറി നിൽക്കുമ്പോഴത്തെ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആസ്വദിച്ച് കുളിക്കാം. അതുപോലെ കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ല വെള്ളം. ഇവിടെ ഉള്ളവർ ഇത് കുടിക്കലെന്നാണ് പറയണേ, പക്ഷേ വെള്ളം നല്ല ക്ലിയർ വെള്ളമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ അവിടെ നിന്ന് എല്ലാവരും കുളിച്ച് വന്നുകൊണ്ടിരിക്കണം, ഇതാരും കുടിക്കാനായിട്ട് എടുക്കാത്ത. പിന്നെ ഫിൽറ്റർ എടുത്തു കഴിഞ്ഞാൽ നല്ല വെള്ളം എന്താനും മൊത്തത്തിൽ പൊളിമയമാണ്. അപ്പോൾ നമ്മൾ രാവിലെ ചൂടിൻ്റെ ഉഷ്ണം കൊണ്ട് ശരീരം കുറച്ച് നേരം വെള്ളത്തിൽ മുക്കിയിടണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള എറണാകുളത്ത് നിന്ന് നമ്മൾ ചമ്പക്കരയിൽ നിന്ന് നമ്മൾ യാത്ര തുടരണത്, ഇങ്ങോട്ട് യാത്ര പുറപ്പെടുന്നത്. നമ്മൾ ഉദ്ദേശിച്ചു വന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരീക്കൽ കേവും കാര്യങ്ങൾ, കൊച്ചരീക്കൽ കേവ് എന്ന് പറഞ്ഞൊരു സ്പോട്ടാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത സ്ഥലമാണ്. പക്ഷേ അവിടെ ചെന്നിട്ട് അവർ 2-3 സ്ഥലത്ത് ചെന്നിട്ട് അവിടെ വെള്ളമില്ല, ഒന്നുമില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി, കാര്യങ്ങൾ നല്ല ഗംഭീരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റി. കുളിയും കാര്യങ്ങളൊക്കെ അടിച്ച് പൊളിച്ചു. ദെൻ ഇതുപോലെ തന്നെ നല്ലൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗൈസ്, അപ്പോൾ ഞാൻ പോട്ടെ, ബൈ. ഓക്കെ, പീസ്, കാണാം. അപ്പോൾ നമ്മളും പോണേ. ഓക്കെ ഗൈസ്, ബൈ, പീസ് ഔട്ട്.